ശ്രീ അനിൽകുമാർ, ഈ സ്വർണ്ണമോഷണമൊക്കെ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ, അതായത് ഈ സോണിയാഗാന്ധിയെ കാണുന്ന കാലഘട്ടം മുതൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടും അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായും കോൺഗ്രസ് നേതാക്കൾക്ക് വളരെ ശക്തമായ ബന്ധവും അടുപ്പവും ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആ ഒരു വെളിപ്പെടുത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അയാളെ വീട്ടിൽ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇയാൾ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. വളരെ ഗാഢമായ ഒരു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് നേതാക്കളുമായി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴും അത് അംഗീകരിക്കാൻ അടൂർ പ്രകാശ് അടക്കമുള്ളവർ തയ്യാറാകുന്നില്ല. ശ്രീ അനിൽകുമാർ, ഒരു AICCയുടെ പ്രസിഡന്റായിരുന്ന UPA ചെയർപേഴ്സൺ ആയിരുന്ന ഒരു വ്യക്തി ഒരു വിവാദത്തിൽ ഉൾപ്പെട്ടാൽ അതിനോട് AICC പ്രതികരിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കുന്ന ഒരു മര്യാദയാണ്. ഇല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവമായതുകൊണ്ട് KPCC അതിൽ ഔദ്യോഗിക പ്രതികരണം നടത്തുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണ്. ഒരാഴ്ച അല്ല 2 ആഴ്ചയിലേറെയായി, കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഡിസംബർ മാസം 20 കൂടിയാണ് ഈ വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമായത്. ഗോവർദ്ധൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ഒരു തവണ പോലും കോൺഗ്രസ് ഔദ്യോഗികമായി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നില്ല. വ്യക്തിപരമായി ഈ മോഷ്ടാക്കൾക്കൊപ്പം സോണിയയുടെ വീട്ടിലെത്തിയ വ്യക്തികൾ അവർ വ്യക്തിപരമായ വിശദീകരണത്തിന് നിർബന്ധിതമായി ആ വിശദീകരണം മുഴുവൻ കൂടുതൽ സോണിയാഗാന്ധിയെ കുരുക്കിലേക്കാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് രാഷ്ട്രീയമായി കോൺഗ്രസ് മറുപടി പറയേണ്ട ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നു. ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞ സംഗതി 2014 UDFന്റെ ഭരണകാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് ഒരു അധികാര കേന്ദ്രമായി. അത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശബരിമലയുടെ പ്രതിനിധികൾ കൊണ്ടുപോയി എന്ന് പറയുന്നത് UDF അനൌദ്യോഗികമായി ശബരിമലയുടെ പ്രതിനിധികളാണ് ഇവർ എന്ന തരത്തിലൊരു അംഗീകാരം പോറ്റിക്കും ഗോവർദ്ധനും നൽകിയെന്നതിന്റെ തെളിവാണ്. അതിന്റെ പിൻബലത്തിലാണ് 2014 മുതൽ തന്ത്രിയുടെ പിന്തുണയോടെ തെറ്റായ കാര്യങ്ങൾ ഇവിടെ നടന്നത്. അത് തടയുന്നതിൽ ഇടതുപക്ഷത്തിന്റെ ഭരണസമിതി പരാജയപ്പെട്ടു ഭരണപരമായി എന്നതൊഴിച്ചാൽ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിന് യാതൊരു വസ്തുതകളും ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉത്തരവാദിത്വം പറയേണ്ട ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസായി പോകട്ടെ എന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് കേസിലെ ഒരു വസ്തുതകളെ കുറിച്ചും ഗവൺമെന്റോ CPMോ കടക്കുന്നില്ല. ഇന്നയാളെ ചോദ്യം ചെയ്യണം, ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഇതൊന്നും CPMന്റെ നിലപാടല്ല. കേസ് നിയമാനുസരണം പൂർത്തിയാകണം. രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ടവർ രാഷ്ട്രീയമായി ഉത്തരം പറയണം. ഇടതുപക്ഷം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷം ഉത്തരം പറയാൻ തയ്യാറുമാണ്. കോൺഗ്രസ് ഉത്തരം പറയാൻ തയ്യാറല്ല. കോൺഗ്രസ് കേരള ജനതയെ വഞ്ചിക്കുകയാണ്, ശബരിമലയുടെ ബിസിനസ് വഞ്ചിക്കുകയാണ്. ഇതാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാർ, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ഒരു 2-3 ദിവസമായി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് ഈ സോണിയാഗാന്ധിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശരിയാക്കി കൊടുത്തത്? ഇത്രയും അതീവ സുരക്ഷയുള്ള ഒരു വ്യക്തിക്ക്, അന്ന് SPG സംരക്ഷണം ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്, അത്രയും പ്രാധാന്യമുള്ള സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ കാണാൻ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്? അതങ്ങ് തുറന്നു പറയാൻ കോൺഗ്രസ് മടിക്കുകയാണ്. ഞാനല്ല എന്ന് അടൂർ പ്രകാശ് കൈമലർത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പറയുന്നു, പല ആൾക്കാരും കാണാൻ ചെല്ലും. പക്ഷേ ആരാണ് ഈ അപ്പോയിന്റ്മെന്റ് ശരിയാക്കിയത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ ആ സംശയം തീരുമല്ലോ. ഇവരാരും അല്ലെങ്കിൽ പിന്നെ എന്താണ്? ആന്റണി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ശബരിമലയുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക്, ശബരിമലയിലെ പ്രധാനപ്പെട്ടവർ എന്ന നിലയ്ക്ക് ഇവർ സോണിയാഗാന്ധിയുടെ വസതിയിലുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കൂടെ ഒരു പടം എടുത്തു. അവിടെ എല്ലാ ദിവസവും സോണിയാഗാന്ധിയെ കാണാൻ കുറെ പേര് വരാറുണ്ട്. അപ്പൊ ഇദ്ദേഹം ചെല്ലുമ്പോൾ അവരുടെ ഉണ്ട്. അടൂർ പ്രകാശ് ആണെങ്കിൽ ഇവർ വിളിച്ച ഉടനെ ചാടിപ്പോയി. അപ്പോൾ ഏത് കള്ളന്മാരെ വിളിച്ചാലും ചാടിപ്പോകുന്നവരാണ് തങ്ങളെന്നുള്ള UDF കൺവീനർ തെളിയിക്കുകയാണ്. ഈ അപ്പോയിന്റ്മെന്റ് പ്രശ്നമില്ല. എന്തിനാണ് പോറ്റിക്ക് അപ്പോയിന്റ്മെന്റ്? പണ്ട് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിൽ ഒരു ധീരേന്ദ്ര ബ്രഹ്മചാരി ഉണ്ടായിരുന്നു. ധീരേന്ദ്ര ബ്രഹ്മചാരിയായിരുന്നു, പഴയ തോക്കുസ്വാമി എന്ന് വിളിക്കുന്ന സ്വാമിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വീട് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് പാസ് എടുക്കണമായിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നത്തെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിലെ ധീരേന്ദ്ര ബ്രഹ്മചാരിയാണ്. ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ പദവിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ ഇപ്പോഴത്തെ അവതാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്.
അതുകൊണ്ട് തന്നെ എന്തിന് പാസ്? ഒരു പാസിന്റെ ആവശ്യമില്ല. അത്തരത്തില് സോണിയാഗാന്ധിയുടെ ആത്മീയ ഗുരു എന്ന പരിവേഷം ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത്. അതാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ശബരിമലയുടെ പ്രതിനിധിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി അവരോധിക്കുക, അവരെ സോണിയാഗാന്ധിയുടെ ആത്മീയ ഗുരുവായി ശ്രീരേന്ദ്ര ബ്രഹ്മചാരിക്ക് ഇന്ദിരാഗാന്ധി എന്ന പോലെ ഒരു പട്ടം ചാർത്തി കൊടുക്കുക. എന്നിട്ട് അയാളുടെ കീഴിൽ കേരളത്തിലെ എംപിമാർ, വെറും എംപിമാർ, അയാളുടെ കീഴിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് ഫോട്ടോ എടുത്ത് മടങ്ങുക. എത്ര നാണം കെട്ട ഗതികേട്ടിലാണ് കോൺഗ്രസ് പാർട്ടി. ലജ്ജിക്കുകയാണ് കേരളം.